അനുഗ്രഹിക്കപ്പെട്ട ആമേൻ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ കടന്നു വന്ന് കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഒരവസരം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആത്മാവിൽ സങ്കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം നമ്മെ ഇടയാക്കിയല്ലോ. 56-ാം സങ്കീർത്തനം ദാവീദിന്റെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ്. അതിന്റെ ഹെഡിങ് ഇപ്രകാരമാണ്: സംഗീത പ്രമാണിക്ക് ദൂരസ്ഥന്മാരുടെ ഇടയിൽ മിണ്ടാത്ത പ്രാവ എന്ന രാഗത്തിൽ ദാവീദിന്റെ ഒരു സ്വർണ്ണ ഗീതം. ഫിലിസ്ത്യർ അവനെ ഗത്തിൽ വെച്ച് പിടിച്ചപ്പോൾ ചമച്ചത്. ആമേൻ. ശത്രുവിന്റെ കയ്യാൽ പിടിക്കപ്പെട്ടപ്പോൾ ആമേൻ ഹല്ലേലൂയ മിണ്ടാത്ത പ്രാവ എന്ന രാഗത്തിൽ ഒരു സ്വർണ്ണ ഗീതം എഴുതുവാൻ, സ്വർണ്ണ ഗീതം പാടി ദൈവത്തെ സ്തുതിക്കുവാൻ ദാവീദിന്റെ ജീവിതത്തിൽ ഇടയായെങ്കിൽ ദൈവം ദാവീദിന് കൊടുത്ത വിടുതൽ എന്താണ് എന്ന് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആ വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരു സ്വർണ്ണ ഗീതമായി മാറുവാൻ ആ സങ്കീർത്തനം ആമേൻ കഴിഞ്ഞതിന്റെ കാരണം ആമേൻ ദൈവത്തിന്റെ വിടുതൽ ദാവീദിന്റെ മേലുണ്ടായിരുന്നു. തന്റെ പ്രാണനെതിരായി എഴുന്നേറ്റ ശത്രു, തന്റെ പ്രാണനെ തകർത്തു കളയുവാൻ ആമേൻ ശത്രു എഴുന്നേറ്റപ്പോൾ ഹല്ലേലൂയ ആമേൻ ദാവീദിന്റെ ശക്തി കൊണ്ടോ ദാവീദിന്റെ ബലം കൊണ്ടോ ആമേൻ ശത്രുവിനെതിരെ നിൽക്കുവാൻ കഴിയാതെ വന്നപ്പോൾ ആമേൻ ദൈവത്തിന്റെ ദൂതന്മാർ, ദൈവത്തിന്റെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ദാവീദിന് വേണ്ടി ഇറങ്ങി ആമേൻ യുദ്ധം ചെയ്ത് ദാവീദിനെ വിടുവിച്ചപ്പോൾ ആ വിടുതൽ പ്രാപിച്ച ദാവീദ് ആമേൻ ദൈവസന്നിധിയിൽ ഒരു സ്വർണ്ണ ഗീതം ആമേൻ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമെങ്കിൽ ഇന്ന് സന്ധ്യയിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈദ്യര് ആ സ്വർണ്ണ ഗീതം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയ ദൈവമക്കൾ ഇന്ന് സന്ധ്യയിൽ ചിന്തിക്കേണ്ടത് എന്താണ്? ആമേൻ എന്റെ ആത്മീയ ജീവിതത്തിന് വിരോധമായി, എന്നെ തകർത്തു കളയുവാൻ, എന്റെ പ്രാണന് വിരോധമായി എഴുന്നേറ്റ ശത്രുക്കൾ അനവധിയല്ലേ? അവൻ പലപ്പോഴും എന്റെ പ്രാണനെ വെല്ലുവിളിച്ചുകൊണ്ട് എഴുന്നേറ്റ ശത്രു അവ എന്നെ തൊടാതെ വണ്ണം, എന്നെ തകർക്കാതെ വണ്ണം ഞാൻ ഇന്ന് സന്ധ്യയ്ക്ക് ദൈവസന്നിധിയിൽ നിൽക്കുന്നെങ്കിൽ, ഞാൻ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കരുണയാ, ദൈവത്തിന്റെ കൃപയാ. ആ വിടുതൽ പ്രാപിച്ച ദൈവമക്കൾ സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചോട്ടെ. സ്തോത്രം. കർത്താവിന്റെ കരുണ എത്ര വലുതാണ്. ദാവീദിന്റെ മേലുണ്ടായിരുന്ന കരുണ ഈ സന്ധ്യയിൽ നമ്മുടെ മേലും ദൈവം പകർന്നിരിക്കുക. ആമേൻ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ ഹല്ലേലൂയ 1 മുതലുള്ള താഴോട്ടുള്ള വാക്യങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ, വായിച്ചപ്പോൾ തന്നെ നമുക്ക് വളരെയധികം ചിന്തിക്കാൻ കഴിഞ്ഞു. ആമേൻ. ദാവീദിനെതിരെ ശത്രു എത്രമാത്രം ആമേൻ ശക്തിയോടെ നിന്നത് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാൽ ആമേൻ സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ആമേൻ നമുക്ക് ഹല്ലേലൂയ ദൈവാത്മാവ് ഇന്ന് സന്ധ്യയിൽ നമുക്ക് വേണ്ട പ്രബോധനം, പരിശുദ്ധാത്മാവ് നമ്മളോട് എന്താണ് ആമേൻ ഇന്ന് സന്ധ്യയിൽ നമ്മെ പ്രബോധിപ്പിക്കാനുള്ളത് എന്ന് പ്രാർത്ഥനയോടെ ദൈവമക്കൾ എല്ലാവരും ആയിരിക്കണം. ആമേൻ. 56-ാം സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. Psalms 56 verse 9 ഒന്ന് വായിച്ചു. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. സ്തോത്ര. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ശത്രു ആമേൻ ശക്തമായി ദാവീദിനെതിരെ എഴുന്നേറ്റു. ആമേൻ. ഹല്ലേലൂയ. തന്റെ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ ആമേൻ നന്മകളെ നോക്കിക്കൊണ്ടോ ആമേൻ തന്റെ ആമേൻ ഹല്ലേലൂയ പദവി ആഗ്രഹിച്ചുകൊണ്ടോ ആമേൻ സ്തോത്ര ഹല്ലേലൂയ തന്റെ സ്ഥാനം ആമേൻ നോക്കിയല്ല ഇവിടെ ശത്രു എഴുന്നേറ്റത്. ആമേൻ ശത്രു എഴുന്നേറ്റത് തന്റെ പ്രാണനെതിരായി. ആമേൻ സ്തോത്രം. തന്റെ പ്രാണനെ തകർക്കത്തക്ക നിലയിലാണ് ശത്രു എഴുന്നേറ്റത്. സ്തോത്രം. അവിടെ ആമേൻ ദൈവത്തിന് മാത്രമേ ദാവീദിനെ വിടുവിക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്ര. ദൈവമക്കളെ ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവം തന്ന നന്മകൾ നമുക്കുണ്ട്. ലോകപരമായിട്ടുള്ള നന്മകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ഭവനമുണ്ട്, ആമേൻ വസ്തുവകളുണ്ട്, ആമേൻ നന്മകളുണ്ട്, എല്ലാം ശരിയാ. ആമേൻ. പക്ഷേ ഒരു ദൈവ പൈതലിനെതിരെ ശത്രു എഴുന്നേൽക്കുന്നത് അവന്റെ പ്രാണന് വിരോധമായി
ശത്രുവായി എഴുന്നേൽക്കുന്നത് അവൻ പലപ്പോഴും അവൻ ദൈവമക്കളുടെ വിചാരം അവൻ എന്റെ ഭവനത്തെ നോക്കിക്കൊണ്ട് അവൻ എന്റെ ഭവനത്തെ അവൻ തകർക്കാൻ എന്ന് വെച്ചാൽ അവൻ ഹല്ലേലൂയ സ്തോത്രം അവൻ ലോകപ്രകാരം പണിയപ്പെട്ട കെട്ടിടങ്ങളോ ലോകപ്രകാരമുള്ള വസ്തുക്കളെ ഒന്നും പിശാചിന് ലക്ഷ്യമില്ല. പിശാചിന്റെ ലക്ഷ്യം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ആരാധിക്കുന്ന ദൈവപൈതൽ ആത്മാവി ദൈവത്തെ സ്തുതിക്കുന്ന ദൈവ പൈതലിന്റെ പ്രാണന് വിരോധമായി ശത്രു എഴുന്നേൽക്കും. സ്തോത്രം സ്തോത്രം. അവന്റെ പ്രാണനെ തകർക്കുക എന്നുള്ള ലക്ഷ്യം. സ്തോത്രം. അവൻ ഊടാടി സഞ്ചരിക്കുക, അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ സിംഹം അലറുന്ന സിംഹത്തിന്റെ വായിൽ പോയാൽ ആരെങ്കിലും രക്ഷപ്പെട്ട ചരിത്രമുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ അവൻ അവിടെ കൊണ്ട് തീർന്നു. ഇത് തന്നെയാ പിശാചിന്റെ ലക്ഷ്യം. എന്നെ കേൾക്കുന്ന ദൈവവൈതല്, ആരാധിക്കുന്ന ദൈവവൈതല്, പ്രാർത്ഥിക്കുന്ന ദൈവവൈതല്, അവൻ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവത്തിന്റെ ജനമേ, പിശാചിന്റെ ലക്ഷ്യം ഒന്ന് മാത്രമാ. നമ്മുടെ പ്രാണനെ തകർക്കാന പിശാചിന്റെ ലക്ഷ്യം. എന്നാൽ അവിടെ വിടുതൽ ദൈവത്തിന്റെ മക്കൾക്ക് മാത്രമേ ഉള്ളൂ. അഭിഷേകത്തിന്റെ ശക്തിയോട് ദൈവത്തെ ആരാധിക്കുന്ന അഭിഷേകത്തിന്റെ നിറവിൽ ദൈവത്തെ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ ഉപദേശത്തിൽ നിൽക്കുന്ന ദൈവ പൈതൽ വിടുതൽ പ്രാപിച്ചുകൊണ്ട് ദൈവം അവനെ വിടുവിച്ച് ദൈവസനെ മുൻപോട്ട് പോകുവാൻ സ്വർഗം അവനെ ഇടയാക്കും. അവൻ ദൈവത്തെ പാടി സ്തുതിക്കും, അവൻ ദൈവത്തെ ആരാധിക്കും, അവൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ, കേട്ടോ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ ദാവീദിന്റെ ശത്രുക്കൾ പിന്തിരിയ. ദൈവം കൊടുത്ത അനുഗ്രഹം എന്താ? ദാവീദിന്റെ മേലുള്ള അനുഗ്രഹം എന്താ? സ്വന്തം ദൈവ പൈതലെ നീ ഭാവി സ്വർഗ്ഗം യഹോവയുടെ സിംഹാസനം, ഭൂമി ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് ആത്മാവിന് ദൈവസനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ സ്തോത്രം സ്തോത്രം. സന്തോഷമുണ്ടോ? രാത്രി സന്തോഷമുണ്ടോ? ആത്മാവിനെ പ്രാർത്ഥിക്കുമ്പോ, ആത്മാവിനെ ആരാധിക്കുമ്പോ നിന്റെ പ്രാണന് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി, നിന്റെ ആത്മീയ ജീവിതത്തിന് വിരോധമായി നിൽക്കുന്ന ശത്രു പിന്തിരിയ. സ്വന്തം അവൻ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എത്രമാത്രം ആത്മാവിൻ ദൈവത്തെ ആരാധിക്കണം. അവൻ എത്ര ആരാധിച്ചാലും അവൻ പോരാ ദൈവമക്കളെ. സ്തോത്രം. ചിലര് പറയുന്നത് അങ്ങ് മടുത്തണ്ട, പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് മടുത്തു പാസ്റ്റേ. സ്തോത്രം സ്തോത്രം. മടുത്തെങ്കിൽ അതിന് കാരണം ആമി പറയുന്നവൻ തന്നെ ആവശ്യമില്ലാത്ത ആമി കാര്യങ്ങളിലൊക്കെ ചെന്ന് ഇടപെടും. ദൈവത്തിന്റെ വചനത്തിന്റെ ഉപദേശത്തിൽ നിൽക്കേണ്ടവർ ഉപദേശത്തിൽ നിന്നോണം. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. ഇവിടെ അഭിഷേകം പ്രാപിച്ച ദാവീദ് ദൈവസന്നിധി നിന്നു. ആമേൻ. അതുകൊണ്ട് ദൈവം ദാവീദിന് അനുകൂലമായിരുന്നു. സ്തോത്രം സ്തോത്രം. അവൻ ശത്രുക്കൾ പിന്തിരിയാനുള്ള കാരണം സ്തോത്രം. അവൻ ദാവീദ് വിളിച്ചപേക്ഷിച്ചപ്പോൾ തന്നെ ശത്രു പിന്തിരിഞ്ഞെങ്കിൽ അവൻ അവിടെ പറയുന്നത് എന്താ? ദൈവം എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട്. ഇന്ന് രാത്രി ദൈവ പൈതൽ, ദൈവം അനുകൂലമായിരിക്കുന്ന ദൈവ പൈതൽ അവൻ ഭൂമിയുടെ ഏത് ഭാഗത്തിരുന്നു കൊണ്ടും ഏതറ്റത്തിരുന്നു കൊണ്ടും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവന്റെ പ്രാണന് വിരോധമായി നിൽക്കുന്ന അവൻ ശത്രു പിന്തിരിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഏറ്റെടുത്ത ദൈവത്തെ സ്തുതിക്കുക. നന്ദിയോടെ സ്തോത്രം. രാത്രി ദൈവമക്കളെ എന്താ കാരണം? അവൻ ദൈവം അനുകൂലമായിരുന്നു. ആർക്ക്? അവൻ ദാവീദിന് അനുകൂലമായിരുന്നു. റോമാൻ ലേഖനം 8-ാം അധ്യായം നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? ഹല്ലേലൂയ. ഇന്ന് രാത്രി സന്തോഷമുണ്ടോ? അവൻ നമ്മൾ എല്ലാ ഇടങ്ങളിലും എഴുതി വെക്കുകയും എപ്പോഴും കാണപ്പാടം പറയുന്ന ഒരു വാക്യമാ. അവൻ ഇത് സംബന്ധിച്ചു നാം എന്താ പറയേണ്ടത്? എന്താ നമുക്ക് പറയാനുള്ളത്? ദൈവം അനുകൂലമാണെന്നാണോ അവൻ പറയാൻ പറ്റുന്നത്? ദൈവം അനുകൂലമാണോ? അനുകൂലമാണെങ്കിൽ പ്രതികൂലമായി നിൽക്കുന്ന
നിൽക്കുന്ന ശത്രുവിനെ നോക്കി ഭയന്നുകൊണ്ട്, അവൻ ഭയപ്പെട്ടുകൊണ്ട് ആരാധന മുടക്കുന്നവരില്ല, പ്രാർത്ഥന മുടക്കുന്നവരില്ല, പ്രാർത്ഥിക്കാൻ കഴിയാത്തവരില്ല, വചനം ധ്യാനിക്കാൻ കഴിയാത്തവരില്ല. പ്രതികൂലത്തെ നോക്കി ഭയപ്പെടുക. സ്തോത്രം. പ്രതികൂലത്തെ നോക്കി ഭയപ്പെടുക. ദൈവവചനം പറയുന്നു, ദൈവം ഇത് സംബന്ധിച്ച് നാം എന്താ പറയേണ്ടത്? അപ്പോൾ പ്രതികൂലം വരുമ്പോൾ ദൈവമക്കൾ കൃപയിൽ നിൽക്കുന്നവൻ, അഭിഷേകത്തിൽ നിൽക്കുന്നവൻ പറയും, എന്റെ ദൈവം ഇത് സംബന്ധിച്ച്, ഇപ്പോൾ ലോകത്തിൽ നടക്കുന്ന സംബന്ധിച്ച്, ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ സംബന്ധിച്ച് എനിക്ക് എന്താ പറയാനുള്ളത്? എന്റെ ദൈവം എനിക്ക് അനുകൂലമാ, എന്റെ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എനിക്കെതിരെ നിൽക്കുന്ന ശത്രു പിന്തിരിയുവാനിട. ഹല്ലേലൂയ. സന്തോഷമുണ്ട് ദൈവമക്കളെ. നാം വിളിച്ചപേക്ഷിക്കുമ്പോ, നിന്റെ മുറിക്കകത്ത് നീ മുട്ടുമടക്കി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോ ശത്രു പിന്തിരിയുക. സ്തോത്രം. ചിലർ വിചാരിക്കുന്നത് സ്തോത്രം, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോ ചിന്തിച്ച് ആത്മവിശ്വാസം ഇരിക്കുന്നത് അങ്ങനെയൊക്കെയാ. സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെയാ സ്തോത്രം. ഹല്ലേലൂയ. കൃപയുള്ളവരൊക്കെ മുട്ടിറങ്ങി ശക്തമായി അങ്ങ് ശാസ്ത്രം ദൈവകൃപ വ്യാപരിക്കുന്നിടത്ത് ദൈവാത്മാവിന്റെ വിടുതലുണ്ട്. ദൈവമക്കളെ, ശുശ്രൂഷകളൊക്കെ ദൈവം കൊടുത്തിരിക്കുന്ന. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്ന ഈ വചനത്തിലൂടെ ദാവീദിനോട് ചേർന്ന് ഞാൻ വിശ്വസിക്കുന്നത്, സ്തോത്രം, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ, എന്റെ കർത്താവേന്ന് ഞാൻ വിളിക്കുമ്പോ, എന്റെ യേശുവേന്ന് ഞാൻ വിളിക്കുമ്പോ, എന്റെ ദൈവവേന്ന് ഞാൻ വിളിക്കുമ്പോ, എന്റെ കർത്താവേന്ന് ഞാൻ വിളിക്കുമ്പോ, സ്തോത്രം, എനിക്കെതിരെ നിൽക്കുന്ന ശത്രു പിന്തിരിയണം. സ്തോത്രം. സ്തോത്രം. പിന്തിരിയണമെങ്കിൽ ദൈവം അനുകൂലമായിരിക്കണം. ദൈവം അനുകൂലമായിരിക്കണം. സ്തോത്രം. 118 സങ്കീർത്തനം 6 വാക്യം. യഹോവ അനുകൂലമാകുന്ന എപ്പോഴും, കർത്താവ് നമ്മുടെ പക്ഷത്തുള്ളപ്പോഴാണ്. സ്തോത്രം. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടായിരിക്കണം. ദൈവം പക്ഷത്തില്ലാത്തവരൊന്നും ദൈവം അനുകൂലമാകത്തില്ല. പേരുകൊണ്ട് ചിലപ്പോ പെന്തിക്കോസിനകത്തായിരിക്കാം, അത് മെമ്പർഷിപ്പ് സഭയ്ക്കകത്തു കാണാം, പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കാം. പക്ഷേ ആരുടെ പക്ഷമാ, ആരാ നമ്മുടെ പക്ഷം എന്ന് ഇന്ന് രാത്രി സങ്കീർത്തനത്തിലൂടെ ഒന്ന് അവൻ വളരെ വ്യക്തമായി ഒന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ദൈവം നമുക്ക് അനുകൂലമായിരിക്കണമെങ്കിൽ ദൈവം എന്റെ പക്ഷത്തായിരിക്കും. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ? സ്തോത്രം. സ്തോത്രം. ദാവീദിന് ഉറപ്പായി പറയണ്ട, ദൈവം എന്റെ പക്ഷത്തുണ്ട്. ദൈവം എന്റെ പക്ഷത്തുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം ഉറപ്പാണ്. ദാവീദ് പറയുക, എന്റെ ദൈവം എനിക്ക് അനുകൂലമാണ്. എന്റെ ദൈവം അനുകൂലമായതുകൊണ്ട് എനിക്ക് ഉറപ്പായി പറയാൻ കഴിയും, ഞാൻ വിളിക്കുമ്പോൾ തന്നെ അവൻ ഒത്തിരി നേരം ഒന്നും ദാവീദ് പ്രാർത്ഥിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒറ്റ വിളിയെ വിളിച്ചോളൂ. ഒറ്റ വിളിക്കകത്ത് അവന്റെ പ്രാണന് വിരോധമായി നിന്ന് ശത്രു പിന്തിരിയുവാൻ ഇടയായെങ്കിൽ ഒരു വിളി തന്നെ ദൈവമൈതലേ നിന്റെ ജീവിതത്തിൽ വിടുതൽ നൽകുവാൻ കർത്താവിന്റെ കൂടെ. ആമേൻ. ഹല്ലേലൂയ. സന്തോഷമുണ്ട് ദൈവം ഇന്ന് രാത്രി. ഹല്ലേലൂയ. ആമേൻ. സന്തോഷമുണ്ട് ദൈവജനം. ആമേൻ. അവൻ ദൈവമേ എന്ന് വിളിക്കും, നമ്മുടെ പ്രാണന് വിരോധമായി നിൽക്കും. ശത്രു പിന്തിരിയ. സ്തോത്രം. എന്താ കാരണം? ദാവീദിന്റെ പക്ഷത്ത് ആരെ ഉണ്ടായിരുന്നു? ദൈവം മാത്രമേ ഉണ്ടായിരുന്നു. ആരുമില്ലായിരുന്ന സാഹചര്യം. ഒന്ന് സഹായിപ്പാൻ പലരും കൈവിട്ടു. സ്വന്തം മകൻ പോലും അപ്പന് വിരോധമായി മാറി. അപ്പനെതിരായി മാറിയ കാലഘട്ടം. നന്ദിയോടെ സ്തോത്ര വചനത്തിൽ നാം ചിന്തിച്ചിട്ടില്ലേ? കൂടുണ്ടായിരുന്ന പലരും ദാവീദിനെതിരായി തീർന്നു. ഒറ്റപ്പെട്ട സാഹചര്യത്തിന്റെ നടുവിൽ പക്ഷത്തു നിൽപ്പാ, തന്റെ കൂടെ നിൽപ്പാ ദൈവം മാത്രമേ ഉള്ളൂ. എന്താ ദൈവം കൂടെ നിന്നത്? ദൈവത്തെ വിട്ട ഒരു കാര്യവും ദാവീദിനില്ലായിരുന്നു. സന്തോഷമുണ്ട്. ദൈവത്തെ വിട്ട്, ദൈവവചനം വിട്ട്,
ദൈവത്തിന്റെ വചനത്തിന്റെ ഉപദേശം വിട്ട ഒരു കാര്യവും ദൈവ പൈതല് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. സ്തോത്രം, സ്തോത്രം. അങ്ങനെ വരുമ്പോൾ ആത്മാവിൽ ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവാത്മാവ് ഉപദേശിക്കും. ആ ഉപദേശം നാം ഏറ്റെടുക്കുക, നമ്മുടെ ജീവിതത്തിൽ ഇടയാകണം. സന്തോഷമുണ്ടോ? ഉപദേശത്തിൽ നിൽക്കുന്നവന്റെ കൂടെ അവന്റെ പക്ഷത്ത് ആരുണ്ട്? ദൈവമുണ്ട്. ആരുമില്ലെങ്കിലും ചിലപ്പോ നീ വിചാരിച്ച വ്യക്തി വന്നില്ലെന്നിരിക്കാം, നീ വിളിച്ച വ്യക്തി ചിലപ്പോ വന്നില്ലെന്നിരിക്കാം, ചിലപ്പോ രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടവനാകാം. ആകെ സ്വോത്രം സ്വോത്രം സ്വോത്രം. ആര് വന്നില്ലെങ്കിലും ആര് കൂടെ ഇല്ലെങ്കിലും യഹോവ എന്റെ പക്ഷത്തുണ്ടെങ്കിൽ എന്റെ ദൈവത്തിന്റെ വചനത്തിൽ അവയെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് വചനപ്രകാരം ദൈവസഭയെ കൈത്താങ്ങി, ദൈവവേലയെ കൈത്താങ്ങി, ദൈവസഭയോട് ചേർന്ന് ഞാൻ നിൽക്കുന്നെങ്കിൽ എന്റെ പക്ഷത്ത് ഒരുവനേ ഉള്ളൂ. എന്നെ വീണ്ടെടുത്ത സൈന്യങ്ങളുടെ ദൈവമായ യഹോവ മാത്രമാണ് എന്റെ പക്ഷം. ആ കർത്താവിന്റെ പക്ഷത്തുണ്ട്. എന്റെ അനുകൂലം, എനിക്ക് അനുകൂലം എന്റെ ദൈവമാണ്. എന്റെ അനുകൂലം, എനിക്ക് അനുകൂലമായവൻ ദൈവം മാത്രമാണ്. എനിക്ക് അനുകൂലമായവൻ എന്റെ കർത്താവ് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ വിളിക്കുമ്പോൾ തന്നെ ഏത് വിഷയത്തിന് നടുവിൽ, ഏത് വേദനയുടെ നടുവിൽ, ഏത് ഭാരങ്ങളുടെ നടുവിൽ, ഏത് സങ്കടങ്ങളുടെ നടുവിൽ എന്റെ പറ്റത്തുള്ള ദൈവത്തോട് ഞാനൊന്ന് വിളിക്കുമ്പോ എനിക്ക് അനുകൂലമായി ഇറങ്ങി വന്ന് എനിക്ക് വിരോധമായി നിൽക്കുന്ന, എനിക്ക് ഭാരപ്പെടുത്തുന്ന, എനിക്കെതിരായി നിൽക്കുന്ന പ്രതികൂലത്തെ അവനെ മാറ്റി നിർത്തുവാൻ, അവൻ ആ പ്രതികൂലത്തെ പിന്തിരിക്കാൻ എന്റെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ആ വിശ്വാസം ഇന്ന് രാത്രി നമുക്കുണ്ട്. ഈ വചനം അതിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ച് മുൻപോട്ട് പോകുവാൻ ഇടയാകട്ടെ. 102-ാം സങ്കീർത്തനം, Psalms 102 verse 1 and 2. പക്ഷത്തുണ്ടായ ദൈവം, അനുകൂലമായ ദൈവം ദാവീദിന് വേണ്ടി നിന്നു. ആ ദാവീദ് ദൈവസഭയിൽ പ്രാർത്ഥിക്കുവാൻ, യഹോവ എന്റെ പക്ഷത്തുണ്ടെങ്കിൽ അവൻ ഈ പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തോടാണ്, നിലവിളിക്കേണ്ടത് ദൈവത്തോട് മാത്രമാണ്. പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. ഇവിടെ യഹോവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, അവൻ എന്റെ നിലവിളി തിരുസഭയിൽ വരുമാറാകട്ടെ. കഷ്ട ദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുത്, നിന്റെ ചെവിയെങ്കിലേക്ക് ചായ്ക്കണമേ. ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരമരുളണമേ. കണ്ടോ, യഹോവ ദാവീദിന്റെ പക്ഷത്തുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രാർത്ഥന മുടങ്ങിയില്ല, നിലവിളി മുടങ്ങിയില്ല. അവൻ പ്രാർത്ഥിക്കുവാൻ അവൻ ദാവീദിന്റെ ജീവിതത്തിൽ സമയമുണ്ടായിരുന്നു. ആരോടാ പ്രാർത്ഥിക്കുന്നത്? തന്റെ പക്ഷത്തുള്ള ദൈവത്തോട് ദാവീദ് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദാവീദ് നിലവിളിക്കാൻ തുടങ്ങി. സന്തോഷമുണ്ടോ ദൈവമക്കളെ? ഇന്ന് രാത്രി ദൈവമേ എന്ന് വിളിച്ചപ്പോ അവൻ ശത്രുക്കൾ പിന്തിരിയാനുള്ള കാരണം ദൈവം അനുകൂലമായിരുന്നത് കൊണ്ട്. ദൈവം അനുകൂലമാകണമെങ്കിൽ, അവൻ ദൈവം നമുക്ക് അനുകൂലമാകണമെങ്കിൽ യഹോവ നമ്മുടെ പക്ഷത്തുണ്ടാകണം. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നാം പ്രാർത്ഥിക്കുന്നവരായി മാറണം. ദൈവസഭയിൽ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം, പ്രാർത്ഥിക്കാൻ നമുക്കിടയാകണം. അവൻ നിലവിളിക്കാൻ കഴിയണം. ദൈവസഭയിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? ദാവീദ് പ്രതികൂലങ്ങളെ കണ്ടോ, പ്രശ്നങ്ങളെ കണ്ടോ, പതറുവാൻ ഇടയായില്ല. സ്വോത്രം. അതിന്റെ നടുവിൽ പ്രാർത്ഥിക്കുന്ന ദാവീദിനെ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. യഹോവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ പ്രാർത്ഥന. അപ്പോൾ അവൻ ആരോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി? പക്ഷത്ത് നിന്ന ദൈവത്തോട് ദാവീദ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ എന്റെ നിലവിളി തിരുസന്നിധിയിൽ, അവൻ തന്റെ നിലവിളി മറ്റെന്നും ചെന്ന് പറയുക. ആരുടെ സന്നിധിയിലും നിലവിളിക്കാൻ ദാവീദ് പോയില്ല. അവൻ തന്റെ പക്ഷത്തുണ്ടായിരുന്ന കൂടെയുള്ള ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. ആ ദൈവം കൂടെയുണ്ട്, നിലവിളി കേൾക്കത്തില്ലേ? ദൈവം ദൂരെ അല്ലായിരുന്നു, ദൈവം പക്ഷത്തുണ്ടായിരുന്നു. നമ്മുടെ പക്ഷത്ത് ദൈവം ഉണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം ദൈവം കേൾക്കും. അവൻ പലപ്പോഴും പറയും, അവൻ എന്റെ പ്രാർത്ഥനയൊന്നും കേൾക്കുന്നില്ല എന്ന് പറയും.
പറയുന്നെങ്കിൽ നിന്റെ പക്ഷത്ത് ദൈവമില്ല. ദൈവം നിന്റെ പക്ഷത്തോട്ട് ഉറപ്പായി. ദാവീദിന്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ ചേർന്ന് ദൈവശ്രീ പറയട്ടെ, ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും, ദൈവം നിന്റെ നിലവിളി കേൾക്കും. കഷ്ടത വന്നതിൽ നിന്റെ മുഖം എനിക്ക് മറക്കാൻ, നിന്റെ കഷ്ടതയുടെ പ്രയാസങ്ങളുടെ വേദനയുടെ ദിവസങ്ങളുടെ നടുവിൽ ദൈവം മുഖം മറക്കത്തില്ലെന്ന് നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ. ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരം കണ്ടോ. തന്റെ കഷ്ടതയുടെ നടുവിൽ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കാരണം എന്റെ പക്ഷത്തെ ദൈവമുണ്ട്. അതുകൊണ്ട് എനിക്കൊരു കാര്യം ഉറപ്പ്, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പ് ദാവീദിന്റെ പ്രാർത്ഥന ജീവിതത്തിൽ ഉണ്ടായിരുന്നു. രാത്രി അത് നമുക്കുണ്ടോ? ആ ഉറപ്പ് നമുക്കുണ്ടോ? ആ പ്രാർത്ഥിക്കുന്നവരായി പ്രാർത്ഥിക്കുന്ന ദൈവവൈതല്, നിലവിളിക്കുന്ന ദൈവവൈതല്, എന്റെ കഷ്ട ദിവസത്തിൽ എന്നെ കൈവിടാത്തവർ, എന്നെ തള്ളിക്കളയാത്തവർ, എന്റെ പ്രാർത്ഥന ചെവിചായിച്ചു കേൾക്കുന്നവർ, സ്വന്തം എനിക്ക് വേഗത്തിൽ ഉത്തരവാകുന്നവർ എന്റെ കർത്താവ് മാത്രമാണ്. ആ കർത്താവിന്റെ പക്ഷത്തുണ്ട്. അതുകൊണ്ട് ആ ദൈവം എനിക്ക് അനുകൂലമാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എന്റെ പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുന്ന ദൈവം. നന്ദിയോടെ സ്തോത്രം. ആദിനീയ സ്തോത്രം 46-ാം സങ്കീർത്തനം. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലിന്റെ കൂടെ, നിലവിളിക്കുന്ന ദൈവത്തിന്റെ പൈതലിന്റെ കൂടെ ദൈവസന്നിധിയിൽ എന്റെ പ്രാർത്ഥന ദൈവം ചെവി ചായ്ച്ച് കേൾക്കും എന്ന ഉറപ്പോടെ എന്റെ പക്ഷത്തുള്ള ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഉറപ്പുള്ള ദൈവ പൈതല്. ആ ദൈവ പൈതലിന്റെ കൂടെ ആരുണ്ട്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ആരുടെ കൂടെ ഉണ്ട്? ദാവീദിന്റെ കൂടെ ഉണ്ട്. സ്തോത്രം. ഒന്നുകൂടെ വായിച്ച വാക്യം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മോട് കൂടെ ഉണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്ന സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്താ ശത്രു പിന്തിരിയാനുള്ള കാരണമെന്ന് ഇന്ന് രാത്രി മനസ്സിലായോ? ദൈവം അനുകൂലമായിരുന്ന ദൈവം ദാവീദിന്റെ പക്ഷത്തുണ്ടായിരുന്നു. ആ ദൈവത്തോട് പ്രാർത്ഥിച്ച ദാവീദ്, ആ ദൈവത്തിനെ പ്രാർത്ഥിച്ച് നിലവിളിച്ച ദാവീദ്, പ്രാർത്ഥന കേട്ട ദൈവം, ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ദാവീദിന് ഒരറപ്പുണ്ടായിരുന്നു, എന്റെ കൂടെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഉണ്ട്. യാക്കോബിന്റെ ദൈവം എനിക്ക് ദുർഗമാകുന്നു. അതുകൊണ്ട് എന്റെ പ്രാണന് വിരോധമായി നിൽക്കുന്ന ശത്രു പിന്തിരിയും. ശത്രു പരാജയപ്പെടും. ശത്രു പരാജയപ്പെടുക തന്നെ ചെയ്യുമെന്ന് ദാവീദ് ഉറച്ചു വിശ്വസിച്ചെങ്കിൽ ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന ദൈവമായത് ഇന്ന് രാത്രി വിശ്വാസമുള്ളോ ദൈവത്തോട് മഹത്വപ്പെടും. ഈ വചനത്തോടുള്ള വിടുതൽ കേട്ടിട്ട് സാധിക്കേണ്ടതുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ, യഹോവയുടെ പക്ഷത്തുണ്ടെങ്കിൽ, ആരെ നമ്മളോട് കൂടെ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. ഒരു സൈന്യം, ദൈവത്തിന്റെ സൈന്യം ആരുടെ കൂടെയുണ്ട്? ഒരു ദൈവ പൈതലിന്റെ കൂടെ, അഭിഷിക്തന്റെ കൂടെയുണ്ട്. അനുകൂലമായിരിക്കണം. ദൈവം അനുകൂലമായിരിക്കണം. യഹോവ ആയിരിക്കണം എന്റെ പക്ഷത്ത്. ആ ദൈവത്തോടായിരിക്കണം ഞാൻ നിലവിളിക്കേണ്ടത്. ആ ദൈവത്തോടാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. ആ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്റെ ദൈവം എനിക്ക് അനുകൂലമായതുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗം. ദൈവം നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നമുക്ക് അനുകൂലമാണെങ്കിൽ, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ ശത്രു പരാജയപ്പെടും. രാത്രി ഭവനത്തിൽ ചെല്ലുമ്പോൾ അവന്റെ ഭവനത്തിനെതിരായി നിൽക്കുന്ന, നിന്റെ ആത്മീയ നന്മകൾക്കെതിരായി നിൽക്കുന്ന ശത്രു പരാജയപ്പെടണമെങ്കിൽ, ശത്രു പിന്തിരിയണമെങ്കിൽ ദൈവം നമുക്ക് അനുകൂലമായിരിക്കണം. ദൈവം അനുകൂലമായി നിൽക്കുന്നതിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്ന കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തണം. യഹോവയ്ക്ക് ഇഷ്ടമല്ലാത്തതൊന്നും നമ്മുടെ പക്ഷത്തുണ്ടാകുക. അതിനെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ദൈവസന്നിധി നിലവിളിച്ച സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാണ്. വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ ശത്രു പിന്തിരിയും. വിടുതൽ പ്രാപിത്താൽ രാത്രിയുടെ ആയിത്തീരും. ഈ സംഗീതത്തിനും നമുക്കതിനിടയായിത്തീരട്ടെ.